ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റായിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടതാണ്. വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ആൾ കയറ്റി വെച്ചായിരുന്നു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്തേ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കംപ്ലൈൻറ്റുകളുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് ഒരു തുള്ളി പെട്രോൾ ഉണ്ടായില്ല. ഞാൻ പെട്രോൾ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ മേടിച്ച് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പെട്രോൾ മേടിച്ച് ഒഴിച്ചാൽ ഗ്യാപ്പിൽ തന്നെ നമുക്കിവിടെ പെട്രോൾ ഓവർഫ്ലോ ഉണ്ട്. ഓൾറെഡി കാർബറേറ്റർ കംപ്ലൈൻ്റ് ആണ്. കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്താൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത 99.9% സാധ്യത ഇല്ല. അത് മാറ്റേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ ദ്രവിച്ചു പോവാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നമ്മുടെ വണ്ടിയുടെയും ഉണ്ടാവും. നമ്മളത് അഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ ഏകദേശം 500-550 രൂപ ചിലവുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. സാധനം കംപ്ലൈൻ്റാണ്. ഈ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെച്ചാലാണ് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ സൈലൻസറിൽ നിന്ന് നല്ല രീതിയിൽ പുകയുടെ പ്രസൻസ് ഉണ്ട്, പുക കാണിക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ ബാക്കിലത്തെ ഈ വീല് പിടിപ്പിച്ചേക്കണതിൻ്റെ ബെയറിങ്, ഗിയർ ബോക്സിൻ്റെ ബെയറിങ് മൊത്തം പോയി കിടക്കണം കേട്ടോ. ഗിയർ ബോക്സൊക്കെ നല്ല രീതിയിൽ തന്നെ കംപ്ലൈൻ്റ് ഉണ്ട്. ഇവിടെ ഓയിൽ ലീക്കായൊക്കെ നമുക്ക് ഇതുമ്പോൾ കാണാനായിട്ട് പറ്റും. പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകളെല്ലാം തന്നെ കംപ്ലൈൻ്റാണ്. ബ്രേക്കൊക്കെ ലോഡായിട്ട് നിൽക്കണം കേട്ടോ. ബാറ്ററി ആണെങ്കിൽ 2024 ബാറ്ററിയാണ്. ഒട്ടും ചാർജില്ല, ഫുൾ ചാർജ് ഇറങ്ങി പോയേക്കാണ്. ഞാൻ അഴിച്ച് ചാർജിലേക്ക് ഇട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പകരം വെച്ച് വേറൊരു ബാറ്ററി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയതാണ്, എന്നിട്ട് ആവുന്നില്ല. അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ മുടക്കി ചെയ്യേണ്ടതായിട്ട് വരും. കാർബറേറ്റർ അസംബ്ലി മാറ്റി വെച്ചാലാണ് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സ്റ്റാർട്ട് ചെയ്താൽ കാർബറേറ്റർ അസംബ്ലി മാത്രമല്ല, അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഈ പെട്രോളിൻ്റെ ടാപ്പൊക്കെ നോക്കിക്കോട്ടോ. ഞാനിപ്പോൾ പെട്രോൾ മേടിച്ച് ഒഴിച്ചാണ്. വെറുതെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും പെട്രോളൊക്കെ താഴേക്ക് ചാടി വരാണ്. അത് പെട്രോൾ ടാപ്പിൻ്റെ കംപ്ലൈൻ്റ് ആണ്. പെട്രോൾ നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിയുടെയൊക്കെ പെട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിക്കർ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെൽഫ് അടിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ആകുമ്പോൾ മാത്രമാണ് ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്ക് ആ പെട്രോളിൻ്റെ ലൈൻ സപ്ലൈ വരാൻ പാടുള്ളൂ. ഇത് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ പെട്രോൾ ടാപ്പിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ കാർബറേറ്റർ മാറ്റുന്നുണ്ടെങ്കിൽ പെട്രോൾ ടാപ്പ് മാറ്റണം, പെട്രോളിൻ്റെ പൈപ്പുകളൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അത് റെഡി ആക്കിയാലും പുകയുടെ പ്രശ്നമുണ്ട്. അത് കൂടാണ്ട് ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ഉണ്ട്, ബ്രേക്കിൻ്റെ കേബിളുകൾ പ്രശ്നമുണ്ട്. ഇത്രയും അത്യാവശ്യം നമുക്ക് പൈസ മുടക്കമുള്ള കേസാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ആലോചിച്ചിട്ടൊന്ന് പറയാം. ഞാനിപ്പോൾ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ മേടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പെട്രോൾ വേണമല്ലോ. അപ്പോൾ അത് മേടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് പറയാം. കാരണം മാസ്റ്റർ എഡ്ജാണ് വണ്ടി. നമ്മൾ എത്ര പൈസ മുടക്കി ചെയ്താലും ക്ലിയർ ആവാൻ സാധ്യത 99% കുറവുള്ള വണ്ടിയാണ്. അപ്പോൾ നോക്കിയിട്ടൊക്കെ പറയാം. ഗിയർ ബോക്സ് നമുക്കിപ്പോൾ അഴിച്ചതിൻ്റെ ബെയറിങ് ഓയിൽസിലൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1000-1100 നമുക്ക് ചിലവ് വരും. ലേബർ ചാർജ്, പണിക്കാശ് അടക്കം. പിന്നെ കാർബറേറ്റർ അസംബ്ലിക്ക് എനിക്ക് തോന്നുന്നു 2700 കണ്ടാണ് കാർബറേറ്റർ അസംബ്ലി വരാം. പെട്രോൾ ടാപ്പൊക്കെ ഏകദേശം ഒരു 380 രൂപ ആ റേഞ്ചൊക്കെ വരും. ബ്രേക്ക് കേബിളുകൾ 3 ബ്രേക്ക് കേബിളൊക്കെ വരുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 650-700 കേബിളിന് മാത്രം വരും. മാറുന്നതിൻ്റെയൊക്കെ പൈസ അഡീഷണൽ വരും. അതൊക്കെയാണ് നിലവിലത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നോക്കിയിട്ട് പറയാം. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കണമെങ്കിൽ പോലും കാർബറേറ്റർ അസംബ്ലി പറഞ്ഞാൽ വെച്ചാലാണ് സ്റ്റാർട്ട് ആക്കാൻ പറ്റുള്ളൂ. കാരണം വെറുതെ പെട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കംപ്രഷൻ ഇല്ല, പുകയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിക്കറൊക്കെ വളരെ ഫ്രീ ആയിട്ട് പോകും. അതുകൊണ്ടോ വളരെ ഫ്രീ ആയിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% എന്തെങ്കിലും ക്ലിയർ ആവാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് പറയാം. ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ദിവസം നോക്കിയിട്ട് പറയാം. ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ.